സ്ത്രീകളും കുറ്റകൃത്യങ്ങളും എന്നുള്ള വിഷയത്തിനെക്കുറിച്ച് നിശാന്തിനി IPSന് എന്താണ് പറയാനുള്ളതെന്ന് മാഡത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ചോദിച്ചറിയാം. സ്ത്രീകൾ ഇപ്പോൾ പല സാഹചര്യങ്ങളിലും തള്ളപ്പെടുകയാണ്. പ്രത്യേകം കേരളം പോലെ ഒരു സമൂഹത്തിൽ ഒരു ഒറ്റപ്പെട്ട ഒരു കുടുംബത്തിലും ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് താമസിക്കുന്നതും പിന്നെ പല പുരുഷൻ വേറെ സ്ഥലത്തിലും പ്രത്യേകിച്ച് ഗൾഫിലായിട്ട് അങ്ങനെ ഒരു സിംഗിൾ മദറായിട്ട് ഒരു ജീവിതം കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചും അവർക്ക് അത്രയും കാര്യങ്ങൾ, അതായത് ഒരു കുടുംബത്തിൽ ഒരു പുരുഷനും സ്ത്രീയും തുല്യമായി ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ട ഒരുപാട് ചുമതലകൾ ഒറ്റയ്ക്ക് ഒരു സ്ത്രീ എടുത്ത് നടത്തുമ്പോൾ ഒരുപാട് മാനസികാവസ്ഥയിൽ അവർ തള്ളപ്പെടുകയാണ്. അതുകൊണ്ട് പലപ്പോഴും അവർ ഡിപ്രഷനിൽ പോകുന്ന ഒരു കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ നിർഭയ സെല്ലിൽ തന്നെ വൺ സ്റ്റോപ്പ് സെൻറ്റർ എന്നൊരു സംവിധാനമുണ്ട്. വൺ സ്റ്റോപ്പ് സെൻറ്ററിൽ വരുന്ന സ്ത്രീകൾക്കുള്ള മാനസികമായിട്ടുള്ള കാര്യങ്ങളാണ് അവരെ പല സാഹചര്യങ്ങളിലും തള്ളുന്നത്. അതായത് ഇതർ ഒരു കുറ്റകൃത്യത്തിന് ഇരയാകുന്നതിനും അവരുടെ മാനസികാവസ്ഥ ഒരു വഴിവെക്കുന്നുണ്ട്. അതുപോലെ ഒരു കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ആ മാനസികാവസ്ഥയുടെ ഒരു കാര്യമാണ്. അപ്പോൾ ഈ അമ്മമാർ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ തന്നെ പണ്ടൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു. കാരണം നമ്മളെല്ലാം ആ സ്നേഹവും അങ്ങനെയല്ല. ഇപ്പോഴും ഒരു അമ്മയ്ക്ക് ഒരിക്കലും ഒരു കുഞ്ഞിനെ ദ്രോഹിക്കാനോ അല്ല പീഡിപ്പിക്കാനോ ഒരിക്കലും ഏത് ജീവനായാലും ഒരു മനുഷ്യനല്ല അല്ലാതെ ഒരു പൂച്ചയായാലും ഒരു പട്ടിയായാലും എല്ലാവർക്കും ആ അമ്മ എന്ന് പറയുന്ന ഒരു സ്നേഹം ഇല്ലാതിരിക്കില്ല. പക്ഷേ ഈ ഒരു പ്രത്യേക മാനസികമായിട്ടുള്ള ഒരു വിഷയം വരുമ്പോഴായിരിക്കും ഈ സ്ത്രീകൾ ഇങ്ങനെ അതിനായിട്ട് തള്ളപ്പെടുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ക്രിമിനൽ ഉണ്ടാകുന്നതിൽ അല്ലെങ്കിൽ ഒരു ലോയിൽ നിന്ന് വ്യതിചലിച്ച് സഞ്ചരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാകുന്നതിൽ കുടുംബം വഹിക്കുന്ന പങ്ക് എത്രത്തോളം എന്നുള്ളതാണ്. പലതരത്തിലുള്ള കുടുംബങ്ങളുമായി നിരന്തരമായി ഇടപെടുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ, വനിതാ കമ്മീഷൻ അംഗം എന്നുള്ള നിലയ്ക്ക്. ഇത്തരത്തിൽ പൊതുവിൽ കണ്ടുവരുന്ന കുടുംബത്തിൽ നിന്നുള്ള ഇഷ്യൂസ് എന്തെല്ലാമാണ്? ഏറ്റവും ആത്യന്തികമായിട്ട് അത് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് തന്നെയാണ് അതിൻ്റെ ആത്യന്തികമായിട്ട് പറഞ്ഞാൽ. കാരണം ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡിവോഴ്സ് കൂടി വരുന്ന ഒരു കാലഘട്ടമുണ്ട്, സിംഗിൾ പാരൻറ്റിങ് വരുന്ന കാലഘട്ടമുണ്ട്. അപ്പോൾ ഈ കുട്ടിക്ക് അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ സ്നേഹം ആവശ്യമുള്ള കാലഘട്ടത്തിൽ വേണ്ടത്ര അത് കിട്ടുന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ മറ്റ് ചൂഷണങ്ങളിലേക്ക് പോകാനും സാഹചര്യം കൂടുതലാണ്. അനുഭവിക്കുന്ന ചൂഷണങ്ങൾ അല്ലെങ്കിൽ അതിക്രമങ്ങൾ ആ കുട്ടി ഉള്ളിൽ അടക്കും. ഒരു പക്ഷേ എല്ലാം പുറത്തു പറയണമെന്നില്ല. പക്ഷെ അത് വളർന്നു വരുമ്പോൾ ഇതും ഉള്ളിൽ വളരുകയാണ്. ആ വേണ്ടത്ര ഒരു ഹീലിംഗ് ആ ചൂഷണത്തിന്, ആ വേദനയ്ക്കോ കിട്ടുന്നില്ല. കാരണം അറിയുന്നില്ല. അറിഞ്ഞാൽ തന്നെ അതിന് വേണ്ടത്ര രീതിയിലുള്ള ഒരു പരിഹാരം കൊടുക്കാൻ പറ്റുന്ന ആളുകൾ ചുറ്റുമില്ല കുട്ടിക്ക്. ചിലപ്പോൾ സിംഗിൾ പാരൻറ്റിങ് ആയിരിക്കാം, അല്ലെങ്കിൽ അച്ഛനും അമ്മയും പരസ്പരം പോരടിച്ച് കഴിയുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം. അപ്പോൾ ആ കുട്ടിയുടെ വേദന അല്ലെങ്കിൽ ആ മുറിവ് ഹീൽ ചെയ്യപ്പെടുന്നില്ല വേണ്ടത്ര. അതും വളരുകയാണ്. അത് വളർന്നു വരുമ്പോൾ അത് സമൂഹത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അത് മറ്റ് പല വിധത്തിലേക്കാണ് അതിൻ്റെ ഒരു പ്രതിഫലനം സമൂഹത്തിൽ കാണുന്നത്. അപ്പോൾ ആത്യന്തികമായി നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഇൻസെക്യൂരിറ്റിയാണ് ഏറ്റവും ഒന്നാമതായി പറയാൻ. അതെ, മാറ്റങ്ങൾ അവിടെ ഉണ്ടാകുന്ന പരസ്പരം ഉണ്ടാകുന്ന ഒരു ഊഷ്മളത കുറവും ഒരു പരസ്പരമുള്ള ഇഴയടുപ്പൊക്കെ കുറഞ്ഞു വരുന്നതിൻ്റെ ഒരു വലിയ പ്രതിഫലനമുണ്ട്. അവിടെ എന്തൊക്കെയോ ചില നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന ചില ചോർച്ചകളുണ്ട്. അതൊക്കെ ഈ വരുന്ന തലമുറയിൽ പ്രതിഫലിക്കുന്നുണ്ട്. അത് പല രീതിയിലാണെന്ന് മാത്രം. പിന്നെ ഈ മാഡം പറഞ്ഞതുപോലെ ഇപ്പോൾ വിദ്യാഭ്യാസമില്ലായ്മ ആണ് കുറ്റം ഒരു കാരണമെന്ന് പറഞ്ഞാൽ കൂടിയും എനിക്കതിനകത്ത് പറയാനുള്ള വിദ്യാഭ്യാസമുള്ള സ്ത്രീകളും കുറ്റത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അവർ മറ്റൊരു രീതിയിലാണെന്ന് മാത്രം. അപ്പോൾ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് കുടുംബത്തിലുണ്ടാകുന്ന ഈ ഫീലിംഗ് തന്നെയാണ് ഇൻസെക്യൂരിറ്റി ഫീലിംഗ്. അവർക്ക് വേണ്ടത്ര ഒരു അക്കോമഡേഷൻ, അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട സ്നേഹവാത്സല്യങ്ങൾ, പരിഗണനകൾ നൽകാൻ ആ കുടുംബത്തിലുള്ള സാഹചര്യങ്ങളും ആളുകളും ഇല്ലാതെ വരുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ആത്യന്തികമായിട്ട് പറഞ്ഞതിൻ്റെ ഒരു കാരണമായി പറയേണ്ടത്. മാഡം ഇപ്പോൾ പറഞ്ഞൊരു വസ്തുതയുണ്ട്, കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട കരുതൽ കിട്ടാതെ പോകുന്ന ഇൻസെക്യൂർഡ് ആവുന്ന വ്യക്തികൾ എന്നുള്ളത്. അത് കുഞ്ഞുങ്ങളുടെ കേസിൽ തുടങ്ങി വലിയവരിൽ വരെ നമ്മൾ കാണാറുണ്ട്. പൊതുവിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് എത്തിപ്പെടുന്ന സ്ത്രീകളിൽ കുടുംബത്തിൽ നിന്നുള്ളൊരു ഒറ്റപ്പെടൽ, ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ പങ്കാളിയിൽ നിന്നോ ഉണ്ടാവുന്ന ഒരുതരം എന്താ പറയുക നെഗ്ലക്റ്റ്, ഇതെല്ലാം ഘടകമായി വരാറുണ്ടോ? മാഡം കൂടുതലും പറഞ്ഞത് കുഞ്ഞുങ്ങളെ കുറിച്ചാണ്. ഞാൻ കുറച്ചുകൂടി മുതിർന്ന സ്ത്രീകളെ കുറിച്ചുള്ള സംശയമാണ് ചോദിച്ചത്. തീർച്ചയായും. ഇപ്പോൾ ഒരു ഇൻസിഡൻ്റ് എന്നുള്ള ഒരു നിലയിൽ പറയുകയാണെങ്കിൽ നമ്മൾ പല പുരുഷന്മാരും കുട്ടികളെ ഉപദ്രവിച്ച് ചൈൽഡ് അബ്യൂസ് എന്നുള്ള തലത്തിൽ പല കേസുകളും നമ്മൾ മീഡിയാസിലും ഒക്കെ കാണാറുണ്ട്. ഇതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളെ അബ്യൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. ഇടയ്ക്ക് വന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസിഡൻ്റായിട്ട് പറയാം.
കൊച്ചു കുഞ്ഞ് 1 വയസ്സ് 1.5 വയസ്സായിട്ടേ ഉള്ളൂ, എൻ്റെ ശരീരം മുഴുവനും പാടുകളാണ്. അമ്മ കൊണ്ടുവന്ന് കുഞ്ഞിന് ഡോക്ടറെ കാണിക്കുകയാണ്. അത് ആ വഴിക്കാണ് നമുക്ക് എത്തുന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ ദേഹത്ത് മുറിവ് വന്നിട്ട് അമ്മ പറയുന്നത് അത് കുഞ്ഞ് സ്വയം മുറിവേൽപ്പിക്കുന്നതാണ് എന്ന് പറയുന്നു. അപ്പം കൂടുതലായിട്ട് വിശദമായി കൗൺസിലിങ്ങും 2-3 സിറ്റിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അവർ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഒരു ഡൊമസ്റ്റിക് ഇഷ്യൂ വീട്ടിലുണ്ടാകുമ്പോൾ അവളുടെ ദേഷ്യവും അഗ്രഷനും ഒക്കെ തീർക്കുന്നത് ഈ കുഞ്ഞിലാണ്. കാരണം ഇത് നിശബ്ദമാണ്. ഇതിന് പറഞ്ഞ് എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ ഒരു പറ്റാത്തൊരവസ്ഥ. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ബാക്കിലോട്ട് പോയപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്നുള്ള നിലയിൽ ഒരു പാസ്റ്റ് ഹിസ്റ്ററി എടുത്തപ്പോൾ മനസ്സിലാക്കിയത് അതിൻ്റെ അമ്മയും ഒരു ഡിപ്രഷൻ ഒരു സ്റ്റേജിൽ നിന്നും വന്ന ഒരു ലേഡിയാണ്. അവർ ഫസ്റ്റ് മാരേജ് കഴിഞ്ഞു, ആ പുരുഷൻ അവരെ ഉപേക്ഷിച്ചിട്ട് പോയി. രണ്ടാമത് സെക്കൻഡ് ഫാദർ വന്നു, സ്റ്റെപ്പ് ഫാദർ വന്നു. ആ ഫാദറിൽ നിന്നും കുറേ കുറേ സെക്ഷലായിട്ടുള്ള അബ്യൂസ് ഒക്കെ ഈ കുട്ടി അനുഭവിച്ച് മുന്നോട്ട് വന്നതാണ്. അപ്പോൾ അവൾ ചെറുപ്പത്തിൽ തന്നെ ഇത് അനുഭവിച്ച് വന്നത് കാരണം അവൾ അടുത്ത് കൊടുത്ത് വളർത്തിയെടുക്കുന്നത് ആ കുഞ്ഞും, അതും പെൺകുഞ്ഞാണ്, അതും മുന്നോട്ട് പോകുന്ന ഈ അബ്യൂസ് എല്ലാം സഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതേ ഒരു പേഴ്സണാലിറ്റിയിലോട്ട് തന്നെയായിരിക്കും ഈ കുഞ്ഞ് എത്തപ്പെടേണ്ടത്. അപ്പം നമ്മൾ സൊസൈറ്റി അവിടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ലെവലിലോട്ട് വരുമ്പോൾ തന്നെ ഒരു ഹെൽപ്പ്, ഒരു സോഷ്യൽ പോസിറ്റീവ് ഇന്റർവെൻഷനോട് സാധ്യത ആവശ്യമാണ് സ്കൂളുകളിൽ നിന്നും. ഇപ്പം എപ്പോഴും ബേസ് റൂട്ട് കുടുംബമാണ് ആദ്യത്തെ സ്കൂളെന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ആളുടെ ആദ്യത്തെ വിദ്യാലയം എന്ന് പറഞ്ഞാൽ അത് വീട് തന്നെയാണ്. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകേണ്ട ഒരു വസ്തുതയാണ്. പക്ഷേ ഇപ്പോൾ കൂടുമ്പോൾ ഇമ്പമല്ല, അപശബ്ദം ഉണ്ടാകുന്ന ഒരവസ്ഥ. അപ്പം അവിടെ നിന്നാണ് ഈ പ്രോബ്ലംസ് എല്ലാം ക്രിയേറ്റഡ് ആകുന്നതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒരു പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പം ദീപ മാഡം പറഞ്ഞൊരു എലമെൻ്റ് ഉണ്ട്, ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാലഘട്ടങ്ങളിലൊക്കെ ചൂഷണത്തിന് വിധേയരാകുന്നുള്ളത്. ഇത് തന്നെയാണോ പൊതുവിൽ മാഡവും ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു റീസൺ ഇത്തരത്തിലൊരു ഡീവിയന്റ് പലതരത്തിലാണ്. ഫിസിക്കൽ ചൂഷണം, സെക്ഷൽ ചൂഷണം, പിന്നെ എക്കണോമിക് ചൂഷണമുണ്ട്. അതായത് ഒരു സ്ത്രീയുടെ ഓപ്പർച്യൂണിറ്റി, നല്ല കഴിവുള്ള സ്ത്രീ ആയിരിക്കാം, അവൾക്കുള്ള ഓപ്പർച്യൂണിറ്റി പലതരത്തിൽ ഹസ്ബൻഡായിട്ട്, അച്ഛനായിട്ട്, ബ്രദേഴ്സായിട്ട്, നീ സ്ത്രീയാണെന്നുള്ള തരത്തിൽ അവളെ തടസ്സപ്പെടുത്തുക, അവളുടെ ഓപ്പർച്യൂണിറ്റിയെ സപ്രസ് ചെയ്യുക. അങ്ങനെ പലതരത്തിലുള്ള സപ്രഷൻ വരുമ്പോൾ സൈക്കോളജിക്കലി അവർ ഒരു ഡിപ്രസ്ഡ് ആവും. അപ്പോൾ അവരെ പല ക്രൈമിലേക്ക് ലീഡ് ചെയ്യുന്നു ഒന്നാമത്. പിന്നെ ചെറുപ്പകാലത്തിലുണ്ടാകുന്ന പല ദുരനുഭവങ്ങൾ അവരറിയാതെ തന്നെ മാനിഫെസ്റ്റ് ചെയ്ത് ഫോർമേഷൻ്റെ ഭാഗമായിട്ട് അവരറിയാതെ തന്നെ മാനിഫെസ്റ്റ് ചെയ്ത് ഒരു വള്ളുന്ന പ്രായമായി വരും. പിന്നെ ഒരു ചെറിയ പേഴ്സൻറ്റേജ് മെൻ്റലി അബറേഷൻസ് ഉള്ള, മെൻ്റലി സിക്കായിട്ട് ഉണ്ടാകുന്ന ആൾക്കാർ, ലേഡീസ് തന്നെയുണ്ട്. അവർ തന്നെ അറിയുന്നില്ല അവരെന്താ ചെയ്യുന്നതെന്ന്. അതിന് ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിക്കുന്നില്ല. ആക്ച്വലി കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറാനുള്ള, ഇപ്പം നമ്മുടെ നന്തൻകോട് നടന്ന ഒരു സംഭവമുണ്ട്. അതിപ്പോൾ ഒരു ലേഡിയാണെങ്കിൽ, അങ്ങനെ വരുന്ന ലേഡികളുമുണ്ട്. ഹസ്ബൻഡിനെ കല്ലെടുത്ത് തലക്കിടിച്ച് കൊല്ലുക. അത് കൗൺസിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ, അതായത് നമ്മളൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഷി വാസ് ആക്ച്വലി സഫറിങ് സൈസോഫ്രനിക്. ആരും അത് കാണാതെ പോയി, നോട്ട് ചെയ്യാതെ പോയി. അങ്ങനെയുള്ള അത് നിയമത്തിൻ്റെ ആനുകൂല്യം അങ്ങനെയുള്ള സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട്, അക്വിറ്റ് ചെയ്യും. പക്ഷേ അവർ ട്രീറ്റ്മെൻറ്റിന് വിടുകയാണ്. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യും. അങ്ങനെ ഉള്ള സംഭവങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. പിന്നെ പലതരത്തിൽ ഇനി സൂപ്പർസ്റ്റിഷനെ വിശ്വസിക്കുന്നത്.